Hi dears and welcome to a new video. നമ്മൾ ഈ ഫിലിംസ് ഒക്കെ കണ്ടിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ മലയാളികളും ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചു പോയിട്ടുണ്ടാവും മഹാരാജാസ് കോളേജിൽ ഒന്ന് കയറാനായിട്ട്, അല്ലെങ്കിൽ മഹാരാജാസ് കോളേജിൽ അഡ്മിഷൻ നേടുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ അല്ലേ, ആ ഒരു ഫോർട്ട് കൊച്ചിന്റെ ആ ഒരു വൈബും പിന്നെ ഫ്രീക്കന്മാരും ഫ്രീക്കത്തികളും എന്താ പറയാ ബീച്ചും പിന്നെ ഒരുപാട് എക്സിബിഷൻസും ആഹാ എന്താ ലൈഫ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മഹാരാജാസ് കോളേജിന്റെ ഡിഗ്രി അഡ്മിഷൻസ് ആണ്, ഡീറ്റെയിൽസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോളൂ. ഓക്കെ റൈറ്റ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് പറയാനായിട്ട് തുടങ്ങാം. ഇവിടെ മഹാരാജാസ് കോളേജിന്റെ അപ്ലിക്കേഷൻസ് സെപ്പറേറ്റ് ആണ്, അഡ്മിഷൻസ് ഒക്കെ സെപ്പറേറ്റ് ആണ്. അപ്പോൾ MG യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യല്ല, ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇതിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള മഹാരാജാസ് online.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഓൺലൈൻ അപ്ലിക്കേഷൻ, UG അഡ്മിഷൻസും വാരിയസ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസിൻ്റെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കാണാം. 2021 അഡ്മിഷൻസ്. അപ്പോൾ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ പേജിൽ തന്നെ പ്രോസ്പെക്ടസ്, പ്രോഗ്രാംസ് അവൈലബിൾ ആണ്, ഫീസ് അവൈലബിൾ ആണ്, അപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്, നോട്ടിഫിക്കേഷൻ എല്ലാ കാര്യങ്ങളും ഈ ഒരു പേജിൽ തന്നെ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒരു ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുക്കുക, അത് മാത്രമേ നിങ്ങൾ ചെയ്യാനായിട്ടുള്ളൂ. ഓൺലൈൻ മാത്രം അപ്ലൈ ചെയ്യുക, അതായത് ഹാർഡ് കോപ്പീസ് ഒന്നും കോളേജിലേക്ക് അയക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനിൽ തുടങ്ങിയിട്ട് ഓരോ ഡീറ്റെയിൽസും ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് 2021 UG അപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. PG അപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അത് ഡിഗ്രി റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും PG അപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ BA പ്രോഗ്രാംസ് വരുന്നത് അറബിക്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, സാൻസ്ക്രിറ്റ്, പിന്നെ സോഷ്യൽ സയൻസ് പ്രോഗ്രാംസ് എക്കണോമിക്സ്, ഓണേഴ്സ്, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി, ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, പിന്നെ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ വരുന്നുണ്ട്, BSc ബോട്ടണി, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, സുവോളജി, പിന്നെ BSc പ്രോഗ്രാംസ് ഓൺ കോസ്റ്റ് ഷെയറിംഗ് ബേസിസ് കെമിസ്ട്രിയും ഫിസിക്സ് ഇൻസ്ട്രുമെൻറ്റേഷനും, കെമിസ്ട്രി എൻവയൺമെൻറ്റ് ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റും വരുന്നുണ്ട്. ഫൈൻ ആർട്സിൽ മ്യൂസിക്കും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും UG പ്രോഗ്രാംസ് ആണ് വരുന്നത്. സീറ്റും ഇൻടേക്ക് കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം വരുന്നത് ആർക്കിയോളജി ആൻഡ് മെറ്റീരിയൽ കൾച്ചർ സ്റ്റഡീസ്. ഓക്കെ, അപ്പം അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ജൂലൈ 30-നാണ്. മറ്റ് ഹാർഡ് കോപ്പീസ് ഒന്നും തന്നെ യൂണിവേഴ്സിറ്റിയിൽ അയക്കേണ്ട കാര്യമില്ല. പിന്നെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് നിങ്ങൾ സ്പോർട്സ് കോട്ട, കൾച്ചറൽ കോട്ട, ഡിസേബിലിറ്റി കോട്ട അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറി ആണെങ്കിൽ PDF ഫയലായിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. ഈ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഒന്നിച്ചൊരു സിംഗിൾ PDF ഫയലായിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അത് പല അഡ്മിഷൻ ഡീറ്റെയിൽസിലും എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഈ PDF സെപ്പറേറ്റ് ആയിട്ടാണോ സിംഗിൾ ഡാറ്റ ആയിട്ടാണോ അയക്കേണ്ടതെന്ന്. അപ്പോൾ മഹാരാജാസ് കോളേജിൻ്റെ പർട്ടിക്കുലർ കേസ് എടുക്കുകയാണെങ്കിൽ സിംഗിൾ PDF ആണ് അയക്കേണ്ടത്. ഓരോ യൂണിവേഴ്സിറ്റിക്കും ഡിഫറെൻ്റ് ആയിരിക്കും, അത് നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റീൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പോഴും പറഞ്ഞുതരാം. ഓക്കെ, ഇനി ഓരോ പ്രോഗ്രാമിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻടേക്ക് സീറ്റുകൾ പറഞ്ഞുതരാം. BA അറബിക് 30 സീറ്റ്സ് വരുന്നുണ്ട്. അതിൻ്റെ കോംപ്ലിമെൻ്ററി കോഴ്സസ് സെക്കൻഡ് കോളമായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇംഗ്ലീഷിന് 25 വരുന്നുണ്ട്, ഹിന്ദി 40, മലയാളം 40, സാൻസ്ക്രിറ്റ് 15, എക്കണോമിക്സ് 50. ഓക്കെ, ദെൻ എക്കണോമിക്സ് ഓണേഴ്സിന് 30, ഹിസ്റ്ററി 50, ഇസ്ലാമിക് ഹിസ്റ്ററി 30, ഫിലോസഫി 50, പൊളിറ്റിക്കൽ സയൻസ് 50, മ്യൂസിക് 20, പിന്നെ BSc പ്രോഗ്രാംസ് ആയിട്ടുള്ള ബോട്ടണി 30, കെമിസ്ട്രി 36, എൻവയൺമെൻറ്റൽ കെമിസ്ട്രി ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റ് 30, മാത്തമാറ്റിക്സ് 36, ഫിസിക്സ് 48. ഫിസിക്സിൻ്റെ കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ കെമിസ്ട്രി ആണ് വരുന്നത്. പിന്നെ BSc ഫിസിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ 30, BSc സുവോളജി 30, BCom 24, ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിന് 25. അപ്പോൾ ഇത്രയാണ് സീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്, പ്രോഗ്രാംസും നമ്പർ ഓഫ് സീറ്റ്സും. ഇനി നമുക്കതിൻ്റെ ഫീ ഡീറ്റെയിൽസും കൂടി ഒന്ന് കാണാം. നിങ്ങൾ സെമസ്റ്റർ ഫീസായിട്ട് അടയ്ക്കേണ്ട കാര്യങ്ങളാണിത്. അപ്പം നിങ്ങൾ അഡ്മിഷൻ സമയത്ത് അടയ്ക്കേണ്ട ഓരോ കോഴ്സിൻ്റെയും ഫീ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത്. സയൻസ് സബ്ജക്ട്സിന് ലാബ് ഉൾപ്പെടെ വരുന്ന സയൻസ് സബ്ജക്ട്സിൻ്റെ ഫീസ് ഡീറ്റെയിൽസ് ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇനി ഫീ കൺസെഷൻ ഉള്ളവരുടെ ഫീ ഡീറ്റെയിൽസ് ആണ് താഴെ പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഫീ ഡീറ്റെയിൽസ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് മറ്റു കാര്യങ്ങളൊക്കെ കാണാം. ഇനി ഹൗ ടു അപ്ലൈ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽസ് ഒന്ന് കാണാം.
അപ്പോൾ അപ്ലിക്കേഷൻ ഫീ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് അപ്ലിക്കേഷൻ ഫീ ആണ്. ഡിഗ്രി പ്രോഗ്രാമിന് അപ്ലിക്കേഷൻ ഫീ 100 റുപ്പീസ് ആണ് വരുന്നത്. ഓക്കെ, പ്രോസ്പെക്ടസും കാര്യങ്ങളൊക്കെ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് യു ക്യാൻ ഗോ ത്രൂ ഓൾ ദാറ്റ്. പിന്നെ അപ്ലിക്കേഷൻ പ്രോസസ്സ് വരുന്നത് 3 സ്റ്റേജസ് ആയിട്ടാണ്. ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക. ഒരു വാലിഡ് ആയിട്ടുള്ള ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡി ഒക്കെ യൂസ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക. സെക്കൻഡ് സ്റ്റേജിൽ നിങ്ങൾ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുക. 100 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ വരുന്നത്. പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് തേർഡ് സ്റ്റേജിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ്, അതേപോലെ പ്രോഗ്രാം ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ UG പ്രോഗ്രാം ഡിഗ്രിക്ക് നിങ്ങൾക്ക് 5 ചോയ്സസ് കൊടുക്കാവുന്നതാണ്, 5 പ്രോഗ്രാംസ് സെലക്ട് ചെയ്യാവുന്നതാണ്. PG ആണെങ്കിൽ യു ക്യാൻ സെലക്ട് അപ് ടു 3 പ്രോഗ്രാംസ്. ഓക്കെ, മിനിമം 1 പ്രോഗ്രാമും മാക്സിമം 3 പ്രോഗ്രാമും ആണ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാൻ ഒക്കെ അവിടെ ഓപ്ഷനൊക്കെ അവൈലബിൾ ആണ്. റീഅറേഞ്ച് ചെയ്യാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. ഫൈനൽ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് അപ്ലിക്കേഷൻ്റെ ഹൗ ടു അപ്ലൈ എന്നുള്ള ഡീറ്റെയിൽസ് വരുന്നത്. ഇനി പ്രോസ്പെക്ടസിലേക്ക് ഞാൻ കടക്കുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ മതി. ഇവിടെ പ്രോസ്പെക്ടസും ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും തന്നെ മഹാരാജാസ് കോളേജിലേക്ക് അപ്ലൈ ചെയ്യാം. അവിടെ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു വൈബ് തന്നെയാണ്. എറണാകുളത്തെ ഒരു ബെസ്റ്റ് കോളേജസ് എന്ന് പറയാം. അത്രയും ഒരു ഇമ്പോർട്ടൻസ് ഉള്ള, അത്രയും ഒരു വാല്യൂ ഉള്ള ഒരു കോളേജാണ്. സോ അപ്ലൈ ഫോർ മഹാരാജാസ് കോളേജ് ആസ് സൂൺ ആസ് പോസിബിൾ. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. And thanks for watching. Keep supporting. Thank you.